ഓ സുഹൃത്തുക്കളെ, മറ്റൊരു തഫ്സീർ ഞാൻ പറഞ്ഞല്ലോ, 20ഓളം തഫ്സീർ ഇമാം റാസി അതിന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു തഫ്സീർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായും നബിയേ തങ്ങൾക്ക് നാം ധാരാളം ഖൈർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം ധാരാളം സന്താന പരമ്പര തന്നിട്ടുണ്ട്, ധാരാളം മക്കളെ തന്നിട്ടുണ്ട്. അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ അവൻ ലോകത്ത് നടപ്പാക്കുന്നത്. അവനാണല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും, അവനാണല്ലോ സർവ അധികാരങ്ങളും ഉള്ളവനും. ലോകത്തുള്ള എല്ലാ മലക്കുകളും എല്ലാ അമ്പിയാക്കളും റുസലികളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാ ജഡ്ജിമാരും ഭരണാധികാരികളും എല്ലാ ഡോക്ടർമാരും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും പണക്കാരും ലോകത്ത് ഏത് രംഗത്താരുണ്ടോ അവരെല്ലാം ഇബാദുല്ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്. വലിയ അധികാരങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, പലരുമുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിൽ നിന്ന് അവൻ അപ്പോൾ കൊടുക്കുന്നത് കിട്ടുന്നവരാണ്. ഞാനിവിടെ കേറി വരുമ്പോ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ടായിരുന്നു. ഒരു ഉസ്താദ്, അദ്ദേഹം പെട്ടെന്ന് നിർത്തി. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു അമ്മിക്കുട്ടി ഖാദി എന്ന് പറയുന്ന ഉസ്താദിന്റെ സമീപത്ത് മഹാനവറുകൾ ജീവിക്കുന്ന വഴിയിൽ ചേർത്ത് കിട്ടാൻ വേണ്ടി പോയി നിന്ന് രാത്രി മഹാനവറുകൾ വീട്ടിലേക്ക് കയറുമ്പോ എന്തിനാ വന്നത് ചോദിച്ചു. വന്ന കാര്യം പറഞ്ഞു. അപ്പൊ എന്നാ ഇവിടെ നിൽക്കി ഞാൻ വരുന്നെന്ന് പറഞ്ഞു. മഹാനവറുകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നേരം വെളുക്കുന്നവരെ വന്നില്ല. പിന്നെ സബീക്ക് ജമാഅത്തിന് വെള്ളി പോകാനാണ് വരുന്നത്. അപ്പോഴാ ചോദിച്ചു, ഉമറേ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ വരെയാണ് അദ്ദേഹം പറഞ്ഞെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾ നിരാശരാകാൻ പാടില്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല. നിൽക്കാനല്ലേ പറഞ്ഞില്ലേ? അവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാല് നീക്കിയിട്ടില്ല. ഒറ്റ നിർത്തം. ഇവിടെ എന്നല്ലേ പറഞ്ഞല്ലേ? ഒരൊറ്റ നിർത്തം. അപ്പൊ പറഞ്ഞു, ഇനി നിനക്ക് എന്റെ മാർഗത്തിൽ കടക്കാൻ വേണ്ടിയുള്ള ദിക്ർ പറഞ്ഞു തരാൻ പറ്റും. നീ പരീക്ഷയിൽ ജയിച്ചാലാണല്ലോ സമ്മാനം കൊടുക്കുക. നിലനെ കൊടുപ്പാനും നിലനെ കാളവാനും നയന്നാവർക്കനും വധം കൊടുത്തോവർ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ചിലരുണ്ട്, അവർക്ക് സ്ഥാനം കൊടുക്കാനുള്ള അധികാരമുണ്ട്, ആ സ്ഥാനത്തിൽ ചേർക്കാനുള്ള അധികാരമുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരത് വിവരിച്ചു. ഒരു അടിമയെ ഒരാൾ അങ്ങാടിയിൽ പോയി വിലക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ അടിമയോട് മുതലാളി ചോദിച്ചു, നിനക്ക് ഏത് ഭക്ഷണമാ വേണ്ടത്? അടിമ പറഞ്ഞു, മുതലാളി എനിക്ക് തരുന്ന ഭക്ഷണം അതാണ് എനിക്കിഷ്ടം. സെലക്ട് ഞാനല്ല, എനിക്ക് ചോയ്സ് ഇല്ല. എനിക്കെന്റെ യജമാനൻ തരുന്ന ഭക്ഷണം എന്താണോ അതാണ് എനിക്കിഷ്ടം. പിന്നെ ചോദിച്ചു, നിനക്ക് ഏത് വസ്ത്രമാ വേണ്ടത്? വസ്ത്രം തെരഞ്ഞെടുക്കൽ ഞാനല്ല, എന്റെ അധികാരസ്ഥനായ ഉടമസ്ഥനായ യജമാനൻ മുതലാളി തരുന്ന വസ്ത്രമാണ് എനിക്കിഷ്ടം. മൂന്നാമത് ചോദിച്ചു, നിന്നെ എവിടെയാ ഞാൻ താമസിപ്പിക്കേണ്ടത്? മുതലാളി എന്നോട് എവിടെ കിടക്കാനാണോ പറയുന്നത് അവിടെ കിടക്കലാണ് എനിക്കിഷ്ടം. എനിക്കൊരു ചോയ്സുമില്ല, ഞാൻ നിങ്ങളുടെ അടിമയല്ലേ, നിങ്ങൾ ഉടമസ്ഥനല്ലേ.
അപ്പോൾ ഈ ഉടമസ്ഥനായ രാജാടമസ്ഥനായ മുതലാളി പറഞ്ഞു, നിന്നെ ഞാൻ ഇനി അങ്ങോട്ട് നീ എന്റെ അടിമ തന്നെയാണെങ്കിലും നിന്നെ ഞാൻ എന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന്റെ മാനേജറാക്കുകയാണ്. ഇനി ഈ സ്ഥാപനത്തിൽ ആരെയാണ് ജോലിക്കെടുക്കേണ്ടത്, ആരെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്, ആരെയാണ് ഡിസ്മിസ് ചെയ്യേണ്ടത്, ആർക്കാണ് ഉദ്യോഗ കയറ്റം കൊടുക്കേണ്ടത്, പ്രമോഷൻ കൊടുക്കേണ്ടത്, അതൊക്കെ നീയാണ് ഇനി പറയേണ്ടത്. നിനക്ക് ഞാൻ അങ്ങനെ ഒരു സ്ഥാനം തരികയാണ് എന്ന് പറയുന്ന അടിമയെ പോലെ അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്. അള്ളാഹു തആല അവർക്ക് വലിയ അധികാരം കൊടുക്കുകയാണ്. എന്താ കാരണം? അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു, അള്ളാഹുവിൽ അർപ്പിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. അവർക്കിഷ്ടം അള്ളാഹു തആല അവരോട് കൽപ്പിച്ച കാര്യം ചെയ്യലാണ്. അവർക്ക് സ്വന്തത്തിൽ സെലക്ഷൻ ഇല്ല. അള്ളാഹു തആല പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാൽ പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കലാണ് അവർക്കിഷ്ടം. അള്ളാഹു തആല ഖൈലൂലത്ത് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങലാണ് അവിടെ അവർക്കിഷ്ടം. അള്ളാഹു തആല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കലാണ് ഇഷ്ടം, കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കലാണ് ഇഷ്ടം. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ കൽപ്പനക്കനുസരിച്ച് മാത്രം ചെയ്യാൻ തീരുമാനിച്ച ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനമാണ് അതേ നിലനെ കോടുപാനും നിലനെ കാളവാനും നായനാവർക്കനുവാദം കൊടുത്തോവർ. അങ്ങനെയുള്ള സ്ഥാനം എന്റെ ഉസ്താദിനുണ്ടെന്ന ധാരണയിലാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അമ്മിക്കുട്ടി ഖാദിയോട് നിങ്ങൾ ചേർന്ന അതേ സ്ഥാനത്തിലേക്ക് എന്നെയും ചേർക്കാൻ വേണ്ടി ആവശ്യമായത് ചൊല്ലിത്തരണം എന്ന് പറഞ്ഞു. അതിന് ഇയാൾ പറ്റുമോ? നമ്മളൊരു ഇന്റർവ്യൂ ഇല്ലാതെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ ചേർക്കാൻ പറ്റും? ഇന്റർവ്യൂ അതിന് ഇന്റർവ്യൂ നടത്തിയതാണ്. ഞാൻ കൽപ്പിച്ചതനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായി പോകുന്നുണ്ടോ ഇല്ലേ? അതാണ് ഇവിടെ നിൽക്കൂ വരുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് കാല് നീക്കിയിട്ടുണ്ടോ, നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഇരുന്നിട്ടുണ്ടോ? പരീക്ഷയിൽ ജയിച്ചു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുത്തു. ഇതാണ് ആ സംഭവം. അപ്പൊ അല്ലാഹു തആല വലിയ സ്ഥാനവും അധികാരവും കൊടുക്കുന്നവർ ഉണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിന് കീഴിൽ അല്ലാഹു കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവാധികാരങ്ങളും അല്ലാഹുവിന്റെ കൈവശത്തിലാണ്. അവന്റെ അധികാരത്തിലായിട്ടല്ലാതെ ഒരു ചെറുവിരൽ പോലും ഒരാൾക്കും അനക്കാൻ കഴിയൂല, അനങ്ങൂല. ഒരു ചെറിയ ഇല പോലും ഒരു കാറ്റിനും അനങ്ങൂല, കാറ്റടിക്കൂല. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബിന്റെ തീരുമാനമാണ് ലോകത്ത് നടപ്പാവുക. അവന്റെ തീരുമാനമാണ്. ചിലർക്ക് മക്കളെ കൊടുക്കണം, ചിലർക്ക് മക്കളെ കൊടുക്കണ്ട. രണ്ടും റബ്ബിന്റെ തീരുമാനമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളില്ല. അല്ലാഹു വല്ലാതെ ബഹുമാനിച്ച നബിയാണ്, റസൂലാണ്. അന്നീ ഖുലുഖു ലക്കും മിനത്തീനി കഹയ്യതി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇذനില്ലാഹ് വഉബ്രിഉ ലക്മഹ വൽ അബ്റസ وأحيي الموتى بإذن الله. കളിമണ്ണ് കൊണ്ട് ഞാൻ
പക്ഷിയെ ഉണ്ടാക്കി, ഞാനതിൽ ഊതിയാൽ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം അത് പക്ഷിയായി പറക്കും. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഊതിയാൽ അത് പറന്നു പോകുന്നു. അതിനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അതിനുള്ള അധികാരം കൊടുത്തു. പിറവിയിലെ ഉള്ള അന്ധതയും അതുപോലെ വെള്ളപ്പാണ്ട് രോഗവുമൊക്കെ ഞാൻ സുഖപ്പെടുത്തും. മരിച്ചവരെ ഞാൻ ഹയാത്താക്കും. പടച്ചവന്റെ ഓർഡർ പ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കും. ഇങ്ങനെ എല്ലാം അധികാരം നൽകപ്പെട്ട മഹാനായ നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് വഉനബ്ബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. നിങ്ങൾ പോയാൽ എന്ത് ഭക്ഷണം കഴിക്കുമെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പ്രൈവറ്റായി നിങ്ങൾ വെച്ച റൂമിൽ നിങ്ങളുടെ ഇരുമ്പ് വെട്ടിയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു തന്ന കാഴ്ചയാണ്, അല്ലാഹു തആല തന്ന അറിവാണ്, അല്ലാഹു തന്ന അധികാരമാണ്. ഇങ്ങനെയെല്ലാം അധികാരം കിട്ടിയ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. ഈസാ നബിക്ക് മക്കളില്ല. പടച്ചവന്റെ അധികാരം അവൻ നടപ്പാക്കുകയാണ്. ഈസാ നബിക്ക് മക്കളെ കൊടുക്കണ്ടെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. അവനത് നടപ്പാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാം വലിയ സ്ഥാനമുള്ള നബിയാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം. തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നബിയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വൃത്തികെട്ട കുറെ ജനങ്ങളാണ്. അവരെ വൃത്തികേടെന്ന് പറയാനാണ്. അതേ മനുഷ്യന് അല്ലാഹു തആല വെച്ചു കൊടുത്ത ശരിയായ മാർഗമുണ്ട്. ആ മാർഗം എന്താണ്? സന്താനോൽപാദനം നടത്താൻ, മനുഷ്യന്റെ വികാരം തീർക്കാൻ, മനുഷ്യന് സന്തോഷം പങ്കിടാൻ വിവാഹം കഴിക്കുക എന്നതാണ്. വിവാഹത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം പെങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റൂല. സ്വന്തം ബാപ്പക്കോ ഉമ്മക്കോ ജനിച്ച പെങ്ങള് അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലുള്ള പെങ്ങള്, ആ പെങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റൂല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, സ്വന്തം ബാപ്പാന്റെ അനുജന്റെ മകൾ, സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൾ, അവളെ നമ്മൾ ചിലപ്പോൾ എന്റെ പെങ്ങളാണെന്ന് പറയും. പക്ഷേ അവരെ കാണാനും തൊടാനും പാടില്ല, ഹറാമാണ്. അവരെ വിവാഹം കഴിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ നല്ലതല്ല. സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൾ, അനുജന്റെ മകൾ, അവരെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ കൂടുതൽ നല്ലതല്ല. കൂടുതൽ നല്ലത് അകന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ്. അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതല്ല. അടുത്ത കുടുംബത്തിൽ പെട്ടതാണല്ലോ സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകള്, അനുജന്റെ മകള്. അതേ സമയത്ത് മകന്റെ മകളാണെങ്കിൽ, അഥവാ ജ്യേഷ്ഠന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകന്റെ മകളാണെങ്കിൽ, മകളുടെ മകളാണെങ്കിൽ അകന്ന ബന്ധുവായി. അപ്പോൾ പിന്നെ അത് നല്ലതാണ്. അകന്ന ബന്ധത്തിൽ വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് അടുത്ത ബന്ധത്തിൽ നല്ലതല്ല. സ്വന്തം ബാപ്പാന്റെ അനുജന്റെ മകളെ കാണാനും തൊടാനും പാടില്ല. വിവാഹം അനുവദനീയമാണ്. ഇതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മകൾ, അതുപോലെ
അതുപോലെ ഉമ്മയുടെ സഹോദരന്റെ അമ്മാമന്റെ മകൾ, അവരൊക്കെ ഇതേ നിയമത്തിലാണ്. അവരെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. അവരെ കാണാനും തൊടാനും പറ്റില്ല. ചില ആളുകൾ മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ പോകുമ്പോ നേരെ ബാക്കിലിരിക്കുന്നൊരു പെൺകുട്ടി അങ്ങെത്തിയിട്ട് ഒരാളെ ചോദിക്കുന്ന ആരാണത്? അതിന്റെ ഉപ്പാന്റെ ചേട്ടന്റെ മോളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെങ്കിൽ എന്റെ അമ്മാമന്റെ മോളാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ ചേട്ടത്തിന്റെ മോളാണ്. പാടില്ല കേട്ടോ. നിന്റെ ശരീരവുമായി തൊട്ടടുത്തങ്ങനെ ഇരുത്തി കൊണ്ടുപോകൽ നിനക്ക് പാടില്ല കേട്ടോ. നിനക്ക് അവളെ കാണലും തൊടലും ഹറാമാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായ അടിമയാകുന്നത്. ഉടമസ്ഥനായ അല്ലാഹു തന്ന നിയമം അത് ശരിക്കും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. എന്നാൽ പിന്നെ അന്യ സ്ത്രീകളെ പറ്റൂല എന്ന് ഞാൻ പറയണ്ടല്ലോ. നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, നിന്റെ അനുജന്റെ ഭാര്യ, അത് നിനക്ക് പച്ചാരാൻ പെണ്ണാണ്, അജ്നബിയത്താണ്, അന്യ പെണ്ണാണ്. അവളെയും നോക്കൽ നിനക്ക് ഹറാമാണ്, അവളെയും തൊടൽ നിനക്ക് ഹറാമാണ്. അവളുടെ കൂടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കൽ നിനക്ക് ഹറാമാണ്. നീ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും തനിക്കാൻ പാടില്ല. അങ്ങനെ തനിച്ചാൽ ശൈത്താൻ മൂന്നാമത്തവരായി ശൈത്താൻ അവിടെ വരും. ശൈത്താൻ വഞ്ചിച്ചു കളയും. അതുകൊണ്ട് അതിന്റെ മാർഗം തന്നെ അടച്ചു കളയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.